NCERT ഹിസ്റ്ററി ക്ലാസ് 8 ചാപ്റ്റർ 10 ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഈ പാഠത്തിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുണ്ടായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. എ ന്യൂ ആൻഡ് ഡിവൈഡഡ് നേഷൻ. 1947 ഓഗസ്റ്റിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു. അതിനെ തുടർന്ന് 8 മില്യൺ ആളുകളെ രാജ്യത്ത് അഭയാർത്ഥികളാക്കി മാറ്റിയത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടു കൂടിയാണ്. ഈ ആളുകൾക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടി വരികയും അതിനെ തുടർന്ന് സ്വന്തമായി ജോലിയും പാർപ്പിടവും അന്വേഷിക്കേണ്ടതായും വന്നു. അങ്ങനെ ഏകദേശം 500-ലധികം നാട്ടുരാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വരികയും ഇവരെയൊക്കെ പുതിയ ആ രാജ്യത്തിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ ചേരാൻ ഇവരെ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടാൻ പറ്റിയ രീതിയിലുള്ള വ്യവസ്ഥകൾ ആരംഭിക്കേണ്ടതായി വന്നു. ഇന്ത്യയിൽ 1947 ഉണ്ടായിരുന്ന ജനസംഖ്യ 345 മില്യൺ ആളുകളാണ്. ഏകദേശം ഈ വിഭജനത്തിലൂടെ ഈ 345 മില്യൺ ആളുകളെയും രണ്ടായി വിഭജിക്കപ്പെട്ടു. മാത്രമല്ല താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നീ രീതിയിൽ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഹിന്ദു സമുദായത്തിൽ തന്നെ വിഭാഗീയത ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വലിയ ഒരു ശതമാനം ആളുകളും, അതായത് ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഈ രാജ്യത്ത് വിവിധ വിഭാഗം ആളുകൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. വിവിധ ഭക്ഷണങ്ങളും വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളും ഉള്ളവരായിരുന്നു. അങ്ങനെ ഇവരെ ഒരുമിച്ച് കൂട്ടാൻ സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ഇവരെ ഒരുമിച്ച് കൂട്ടുന്നതിൽ രാജ്യം വലിയ ഒരു പ്രതിസന്ധിയാണ് അനുഭവിച്ചത്. കാരണം ഭൂരിഭാഗമുള്ള ആളുകളും ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കർഷകരാണ്. അവര് മൺസൂൺ മഴയെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇതല്ലാത്ത കർഷകരല്ലാത്ത മറ്റ് ആളുകളും മറ്റ് ജോലിക്കാരും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഈ കൃഷിയെ തന്നെയാണ് അവരും ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃഷിക്ക് നാശം വന്നു കഴിഞ്ഞാൽ മറ്റ് തൊഴിലാളികളെയും അത് ബാധിച്ചിരുന്നു. കാരണം അവർക്ക് ശമ്പളം കിട്ടുന്നതിനെയൊക്കെ ഇത് ബാധിച്ചിരുന്നു. എന്നാൽ പട്ടണങ്ങളെ സംബന്ധിച്ച് പട്ടണങ്ങളിൽ തെരുവുകളിലൊക്കെ ധാരാളം ഫാക്ടറി ജീവനക്കാർ കുന്നുകൂടി താമസിക്കുകയും അവർക്ക് വിദ്യാഭ്യാസമോ കൃത്യമായ ആരോഗ്യ പരിചരണമോ ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇതിലൂടെ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിലുള്ള ദാരിദ്ര്യവും അതുപോലെയുള്ള പ്രശ്നങ്ങളും മാറ്റാനും നല്ല രീതിയിലുള്ള കൃഷിയും അതിനെപ്പോലെ തന്നെ മറ്റ് ജോലി നൽകുന്ന രീതിയിലുള്ള വ്യവസായങ്ങൾ തുടങ്ങാനും ഒക്കെയുള്ള രീതികൾ പുതിയ രാജ്യത്തിന് പടുത്തുയർത്തേണ്ടതായി ഉണ്ടായിരുന്നു. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ. 1946 ഡിസംബറിൻ്റെയും 1949 നവംബറിനുമിടയിൽ 300ഓളം വരുന്ന ഇന്ത്യക്കാർ പലതരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു. അതിലൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും. അങ്ങനെ ഈ മീറ്റിങ്ങുകളെയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചുകൊണ്ടാണ്. പക്ഷേ ആ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഈ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ നേതാക്കന്മാർ എത്തിയിരുന്നു. അത് തന്നെ വിവിധ അന്ന് രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രധാനമായും നടന്നത് ഇന്ത്യൻ ജനാധിപത്യം, അതുപോലെ ഇന്ത്യൻ്റെ ജനാധിപത്യം എങ്ങനെ റെഡിയായി കൊണ്ടുവരണം, ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചും ഒക്കെയാണ് ഇതിൽ ചർച്ച വന്നത്. അങ്ങനെ പിന്നീട് ഈ ചർച്ചയുടെ ഒടുവിൽ 1950 ജനുവരി 26 ഇന്ത്യക്കൊരു ഭരണഘടന രൂപപ്പെടുന്നു. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അഥവാ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും 21 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം. ഇത് നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് വളരെയധികം വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റവും ആയിരുന്നു. കാരണം മറ്റ് പല രാജ്യങ്ങളിലും, ഉദാഹരണത്തിന്
ബ്രിട്ടനും UK, അതായത് ബ്രിട്ടനും അതുപോലെ അമേരിക്കയും ഒക്കെ ഈ പല ഘട്ടങ്ങളായിട്ടാണ് അവിടെയൊക്കെ ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അഥവാ ഈ വോട്ടിൻ്റെ അവകാശം അവിടെ കൊണ്ടുവന്നത്. ആദ്യം ഉണ്ടായിരുന്നത് സ്വത്ത് സ്വന്തമായി ഉള്ള പുരുഷന്മാർക്കാണ് അവരാദ്യം വോട്ട് അവകാശം കൊടുത്തത്. പിന്നീട് വിദ്യാഭ്യാസമുള്ളവരെ ഇതിലേക്ക് ചേർക്കപ്പെട്ടു. അതിനുശേഷം ജോലിയുള്ളവർക്ക് വോട്ടവകാശം നൽകി. അത് തന്നെ ഒരുപാട് നാളത്തെ പരിശ്രമത്തിനും സമരങ്ങൾക്കും ശേഷമാണ് ജോലിക്കാർക്ക് വോട്ടവകാശം അവർ നൽകിയത്. അതിനുശേഷം ഒരുപാട് യുദ്ധങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയും ബ്രിട്ടനും അവിടുത്തെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്നത്. പക്ഷേ മറുപുറത്ത് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതോടൊപ്പം തന്നെ ഇന്ത്യ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ മതസ്ഥർക്കും എല്ലാ വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ വോട്ടവകാശം അനുവദിച്ചു കൊടുത്തു. രണ്ടാമതായി ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് എല്ലാ ഇന്ത്യക്കാർക്കും നിയമത്തിന് മുന്നിൽ തുല്യത നൽകുന്നു എന്നുള്ളത്. അത് മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു തരത്തിലുള്ളതായ അംഗീകാരവും അവിടെ വെച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പല ഹിന്ദു നേതാക്കന്മാരും മുന്നോട്ട് വെച്ച ഒരു ആശയം, ഇന്ത്യ ഹിന്ദു ഐഡിയോളജി അനുസരിച്ച് ആശയമനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു രാജ്യമാണെന്ന് അവർ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായതുപോലെ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമായിരിക്കണമെന്ന് അവർ പറയുകയും അതിനനുസരിച്ച് രൂപപ്പെടുകയും ചെയ്യണമെന്ന് പറയുകയും, എന്നാൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ ഒരു ആവശ്യത്തെ അംഗീകരിച്ചില്ല. എന്ന് മാത്രമല്ല, ഹിന്ദു പാകിസ്ഥാൻ അല്ല ഇന്ത്യ എന്ന് പറയുകയും. എന്നാൽ കാരണം ഇന്ത്യ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത സിഖുകാരും ക്രിസ്ത്യാനികളും പാഴ്സികളുമൊക്കെ ജൈനന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പുതിയ ഭരണഘടന അനുസരിച്ച് ഹിന്ദുക്കൾക്കും മറ്റുള്ള ആളുകൾക്കുമൊക്കെ തുല്യ അവകാശം തന്നെ വകവച്ചു കൊടുത്തിരുന്നു. ഗവൺമെൻറ് ജോലികളിലും അതുപോലെ മറ്റ് ഉള്ള അവകാശങ്ങളിലുമൊക്കെ, നിയമങ്ങളിലെ അവകാശങ്ങളിലുമൊക്കെ തുല്യ അവകാശം തന്നെ എല്ലാ വിഭാഗത്തിനും വകവച്ചു കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭരണഘടനയുടെ ഒരു സ്വഭാവം സാധുക്കൾക്കും അതുപോലെ ദരിദ്രർക്കുമൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ വകവച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ പോലുള്ള സംസ്കാരം പോലുള്ള ഈ അനാചാരങ്ങളൊക്കെ ഭരണഘടന നിഷേധിക്കുന്നുണ്ട്. അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ മുമ്പ് മേൽജാതിക്കാർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഈ കീഴ്ജാതിക്കാർ അഥവാ തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്നവർക്ക് പ്രവേശനമില്ലായിരുന്നു. അവർക്കുള്ള പ്രവേശനത്തെ ഈ ഭരണഘടന അംഗീകരിച്ചു കൊടുത്തു. അത് തന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ഇത്തരം ഒരു അവകാശം നൽകുന്നതിനെക്കുറിച്ച് സ്ഥിരപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വന്ന വേറൊരു ചർച്ച, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകാൻ വേണ്ടി, അതുപോലെ ഗവൺമെൻറ് ജോലിയിൽ നിശ്ചിത സീറ്റുകൾ അവർക്ക് സംവരണമായി നൽകണം എന്നുള്ള ഒരു അഭിപ്രായം വരികയും ചെയ്തിരുന്നു. കാരണം ഈ തൊട്ടുകൂടാത്തവരെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇന്ന് ഹരിജൻ എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ഇത്തരം ഉയർന്ന ജോലികളിലൊക്കെ ഇന്ത്യൻ സിവിൽ സർവീസ് പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലുള്ള മേഖലകളിലൊക്കെ കടന്നു വരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അതുപോലെ ഈ ദളിതർക്കൊപ്പം തന്നെ, അല്ലെങ്കിൽ ഈ തൊട്ടുകൂടാത്തവരെന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയോടൊപ്പം തന്നെ ആദിവാസികളെയും പട്ടിക ഗോത്രങ്ങൾ അവരെയും എന്ത് ചെയ്തു, ചേർത്തു. അവർക്കും ഇത്തരത്തിലുള്ള സീറ്റുകൾ, സംവരണങ്ങൾ നൽകി. അതുപോലെ തന്നെ പട്ടികജാതിക്കാർക്കും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ വകവച്ചു കൊടുത്തു. അതുപോലെ ഈ ഗോത്രങ്ങൾക്കൊക്കെ അവരുടെ ആരോഗ്യത്തിനും അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ മുമ്പ് കാലത്ത് വളരെ കുറവായിരുന്നു. അവർക്ക് കാരണം അവരുടെ സ്വന്തം നാടിനെയും അവരുടെ വനങ്ങളെയും
ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് കൊണ്ടായിരുന്നു. എന്നാൽ പുതിയ ഭരണഘടന ഇവർക്ക് എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വകവെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഭരണഘടനാ നിർമ്മാണ സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്ന മറ്റൊരു ചർച്ച, വളരെ ദിവസങ്ങളോളം നീണ്ടു നിന്ന ഒരു ചർച്ച, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമുള്ള അധികാരത്തെ സംബന്ധിച്ചായിരുന്നു. ചില ആളുകൾ പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിനെ കൂടുതലായി പരിഗണിക്കണം എന്ന് പറഞ്ഞു. കാരണം ശക്തമായ ഒരു ദേശീയ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ നല്ല മുന്നേറ്റങ്ങൾക്ക് അത് കാരണമാകൂ, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് അത് അത്യാവശ്യമാണ് എന്നവർ പറയുകയും ചെയ്തു. എന്നാൽ മറ്റ് വിഭാഗങ്ങൾ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ് അഥവാ പ്രാദേശിക ഗവൺമെൻറ്റുകളായിരിക്കണം ഏറ്റവും കൂടുതൽ അധികാരം സ്വാതന്ത്ര്യമുള്ളത് എന്നവർ പറഞ്ഞു. മൈസൂരിലെ ഒരു മെമ്പർ അദ്ദേഹം ഇത്തരത്തിലൊരു സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡൽഹി മാത്രമായിരിക്കും ഈ ജനാധിപത്യം എന്നുള്ളത് ഡൽഹി മാത്രമായിരിക്കും ഉള്ളത്, അത് ബാക്കിയുള്ള രാജ്യത്തെ ബാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ജനാധിപത്യം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അത് എത്തില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാലും മദ്രാസിൽ നിന്നുള്ള ഒരു മെമ്പർ പറഞ്ഞത് ജനങ്ങളുടെ കാര്യങ്ങൾ, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, പ്രാദേശിക ഗവൺമെൻറ്റുകളാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ ഭരണഘടനയിൽ ഈ വാദങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യുന്ന, തുല്യമായി കാണുന്ന അഭിപ്രായങ്ങൾ കൊണ്ടുവരികയും 3 ലിസ്റ്റുകൾ തയ്യാറാക്കുകയും ചെയ്തു. അതിലൊന്ന് യൂണിയൻ ലിസ്റ്റാണ്. യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്ന വിഭാഗങ്ങൾ നികുതി, അതുപോലെ ഡിഫൻസ് പ്രതിരോധം, അതുപോലെ ഫോറിൻ അഫയേഴ്സ് വിദേശീയം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ യൂണിയൻ ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഇതിൻ്റെ എല്ലാം ഉത്തരവാദിയും ഇതിൻ്റെ എല്ലാം ചുമതലയുള്ളത്. ഇനി രണ്ടാമത്തെ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. മൂന്നാമതായി വരുന്നതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ കീഴിൽ വരുന്നത് വനവും അതുപോലെ കൃഷിയുമാണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുമിച്ച് ഉത്തരവാദിത്തമുള്ള മേഖലകളാണ്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് മറ്റൊരു ചർച്ചയാണ് ഭാഷയെ സംബന്ധിച്ചുള്ള ചർച്ച. കാരണം പല ആളുകളും വിശ്വസിച്ചിരുന്നത് ഇംഗ്ലീഷ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു ഭാഷയാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നിട്ട് അവർ പറഞ്ഞത് ഇംഗ്ലീഷിന് പകരം ഹിന്ദി ആയിരിക്കണം നമ്മുടെ ഔദ്യോഗിക ഭാഷ, എല്ലാവരും സംസാരിക്കേണ്ടത് അതായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഹിന്ദി അറിയാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന, മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഇതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തു. അങ്ങനെ ടി കൃഷ്ണമച്ചാരി അദ്ദേഹം അദ്ദേഹം ഈ ദക്ഷിണ ഇന്ത്യയിലെ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് അവരുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയും അതിൻ്റെ അവസാനം ഇതിനെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷ ആക്കുകയും, എന്നാൽ ബാക്കിയുള്ള അസംബ്ലിയിലും മറ്റും സംസാരിക്കുന്നതിന് വേണ്ടി, കോടതിയിലും മറ്റ് സർവീസുകളിലും ഒക്കെ സംസാരിക്കുന്നതിന് വേണ്ടി, ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയൊക്കെ ഇംഗ്ലീഷിനെ ആക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ഒരുപാട് ഇന്ത്യക്കാരും ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പ്രധാന പങ്ക് വഹിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹമായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചത്. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ അവസാനമായി ഒരു ഭരണഘടനയുടെ രൂപത്തിലേക്ക് എത്തിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അവസാന പ്രഭാഷണത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒന്ന്, ഇന്ത്യ രാഷ്ട്രീയമായി ഇന്ത്യക്ക് ഒരു ജനാധിപത്യം രൂപപ്പെടണമെങ്കിൽ ഇന്ത്യ സാമ്പത്തികമായും സാമൂഹികമായും ജനാധിപത്യം ഉറപ്പാക്കിയേ പറ്റൂ. അതിലൂടെ മാത്രമേ ഇന്ത്യക്ക് രാഷ്ട്രീയമായ ജനാധിപത്യം കൊണ്ടുവരാൻ കഴിയൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കാരണം ഇന്ത്യയുടെ എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലെ എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകൾക്കും പൗരാവകാശം നൽകി, അവർക്കൊക്കെയും ഈ വോട്ടവകാശം നൽകി. ഇതിലൂടെ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളും രാഷ്ട്രീയ വേർതിരിവുകളെയും തടയാൻ കഴിയുമെങ്കിലും ആളുകൾക്കിടയിലുള്ള സാമൂഹികപരമായ
വ്യത്യാസങ്ങൾ അതെങ്ങനെ, അത് ജാതിപരമായിട്ടുള്ള വ്യത്യാസം, അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യാസം, അത് സമ്പന്നൻ പാമരൻ എന്നുള്ള വ്യത്യാസം. ഈ വ്യത്യാസങ്ങൾ ഇല്ലാതെ ഇരുന്നാൽ മാത്രമേ ഇന്ത്യക്കൊരു നല്ല ജനാധിപത്യം ഉണ്ടാകൂ എന്ന് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പുതിയ ഒരു ഭരണഘടനയിലൂടെ ഇന്ത്യ ഒരുപാട് എതിർപ്പുകളിലേക്കും ഒക്കെയാണ് കടന്നു ചെന്നത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം രാഷ്ട്രീയപരമായി നമുക്ക് ഐക്യമുണ്ട്, പക്ഷെ സാമ്പത്തികപരമായും സാമൂഹികപരമായും നമുക്ക് ഐക്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഹൗ വെയർ സ്റ്റേറ്റ്സ് ടു ബി ഫോംഡ്? 1920-കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളോട് നടത്തിയ ഒരു വാഗ്ദാനമുണ്ട്. ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം, നിങ്ങളുടെ ഓരോ പ്രദേശങ്ങളെയും ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളായി രൂപീകരിക്കുമെന്ന് വാക്കുകൊടുത്തു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് ഈ ഒരു വാഗ്ദാനത്തെ നിറവേറ്റുന്ന രീതിയിലുള്ള മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചില്ല. കാരണം നിലവിൽ ഇന്ത്യയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയൊക്കെ ഈ ഒരു ഇങ്ങനെ ഒരു വിഭജിച്ചതിന് തന്നെ എതിരാണ്. കാരണം ധാരാളം ആളുകളെ കൊല്ലപ്പെട്ടു, ധാരാളം കലാപങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും ഉണ്ടായി. അതുകൊണ്ട് ഇനിയൊരു വിഭജനം നടന്നാൽ അത് താങ്ങാൻ കഴിയാത്തത്ര നഷ്ടത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു വിഭജനത്തിലേക്ക് പിന്നീട് ചിന്തിക്കാത്തത്. ജവഹർലാൽ നെഹ്റുവും അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വല്ലഭായ് പട്ടേലും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിന് എതിരായിരുന്നു. കാരണം ഇന്ത്യയുടെ ആളുകളെ രാജ്യസ്നേഹം നൽകി ഒരുമിച്ച് നിർത്തലാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. മറിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളായി കീറിമുറിച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞു പോകും എന്ന് ആണ് ഇവർ നിരീക്ഷിച്ചത്. എന്നാൽ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ വാഗ്ദാനം നൽകിയിട്ട് അതിനെ നിറവേറ്റാത്തത് കൊണ്ട് തന്നെ കന്നഡ, മലയാളം, മറാത്തി എന്നീ ഭാഷ ഒക്കെ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നു. അതിലേറ്റവും മുൻപന്തിയിൽ നിന്നത് തെലുങ്ക് സംസാരിക്കുന്ന മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നെഹ്റു 1952 ഈ ആന്ധ്രയിലേക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിക്കുകയും അദ്ദേഹത്തിനെതിരെ നമുക്ക് ആന്ധ്ര വേണം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബറിൽ ആ വർഷം തന്നെ ഒരു ഗാന്ധിയനായിരുന്ന പോറ്റി ശ്രീരാമുലു അദ്ദേഹം നിരാഹാര സമരം നടത്തുകയും ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി ഉള്ള സമരത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ഒരുപാട് ഹർത്താലുകളെയും ബന്ധുകളെയും ഒക്കെ ഉണ്ടാകാൻ കാരണമാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 1952 ഡിസംബർ 15 ഏകദേശം 58ഓളം ദിവസം നിരാഹാര സമരം അവസാനിപ്പിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ഇത് അന്ന് മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യുകയും ഇത് രാജ്യവ്യാപകമായി സമരങ്ങൾക്ക് രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിന് അവർ 1953 ഒക്ടോബർ 1 ആന്ധ്ര ഒരു സംസ്ഥാനമായി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുകയും ആന്ധ്രാപ്രദേശ് രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ ആന്ധ്രാപ്രദേശ് രൂപപ്പെട്ടതിന് ശേഷം മറ്റ് ഭാഷ സംസാരിക്കുന്ന സമുദായങ്ങളും അവരുടെ ആവശ്യങ്ങളുമായി മുന്നോട്ട് വരികയും അവർക്ക് അങ്ങനെ ആ സംസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപപ്പെടുത്തുകയും 1956 അത് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള അതിർത്തി നിർണ്ണയിക്കുകയും ആസാം, ബംഗാൾ, ഒറീസ, തമിഴ്നാട്, കേരള, കർണാടക എന്നീ തുടങ്ങിയതായ പ്രദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലെ വലിയൊരു പ്രദേശവും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നു. അങ്ങനെ ഈ സംസാരിക്കുന്ന ആ പ്രദേശങ്ങളെയൊക്കെ വിവിധ ചെറിയ സംസ്ഥാനങ്ങളാക്കി മുറിക്കുകയും 1960-കളായപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഓരോ സംസ്ഥാനങ്ങളാക്കിയതിൽ തന്നെ
രണ്ട് ഭാഷ സംസാരിക്കുന്ന ബൈലിംഗൽ സ്റ്റേറ്റുകളെ വീണ്ടും മുറിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ബോംബെയെ മറാത്തി സംസാരിക്കുന്നവരെന്നും മഹാരാഷ്ട്ര സംസാരിക്കുന്നവരെന്നും രണ്ട് രീതിയിൽ രണ്ട് സംസ്ഥാനങ്ങൾ രൂപപ്പെടുത്തിയത്. 1966 ആകുമ്പോൾ പഞ്ചാബ് ഹരിയാന എന്നീ രണ്ട് സംസ്ഥാനങ്ങളാക്കി രൂപീകരിക്കുന്നു. അതിൽ പഞ്ചാബി സംസാരിക്കുന്നവരെ പഞ്ചാബിലും ബാക്കിയുള്ള ഭാഷകൾ സംസാരിക്കുന്നവരെ ഹരിയാനയിലേക്കും ആക്കി മാറ്റി. പ്ലാനിങ് ഫോർ ഡെവലപ്മെൻറ്റ്. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടി, അതുപോലെ ഇന്ത്യയിൽ ആധുനിക സംവിധാനങ്ങൾ, ആധുനിക ടെക്നോളജിയും വ്യവസായവും ഒക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പുതിയ ആശയങ്ങളും പുതിയ ലക്ഷ്യങ്ങളുമൊക്കെ പുതിയ രാജ്യം മുന്നോട്ട് കൊണ്ടുവന്നു. 1950 ഗവൺമെൻറ് ഒരു പ്ലാനിംഗ് കമ്മീഷനെ രൂപപ്പെടുത്തുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങളും ഒക്കെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തികം എങ്ങനെയായിരിക്കണം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന ചർച്ചയിൽ സമ്മതം ലഭിച്ച ഒരു തീരുമാനമായിരുന്നു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുള്ളത്. ഇതിൽ രാജ്യവും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രൈവറ്റ് സെക്ടർ എന്ന് വെച്ചാൽ മറ്റ് സ്വകാര്യ മേഖലയും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി. ഇതിലൂടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് പേർക്ക് ജോലി നൽകാനും സാധിക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇതിൽ ഇത്തരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് പ്ലാനിംഗ് കമ്മീഷൻ നൽകുന്ന ഒരു രീതി അനുസരിച്ചായിരിക്കും. 1956 രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി രൂപപ്പെടുന്നു. അങ്ങനെ ഇതിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത് വലിയ വ്യവസായങ്ങൾ, അതായത് ഉരുക്കിൻ്റെ വ്യവസായവും അതുപോലെ വലിയ ഡാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ മേഖലകളൊക്കെ രാജ്യത്തിൻ്റെ കീഴിലായിരിക്കണം എന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി അടുത്ത ഒരുപാട് വർഷങ്ങൾക്ക് വേണ്ടി ആണ് അത് രൂപപ്പെടുത്തിയതെങ്കിലും ഇത് കേവലം കൃഷിയിൽ ഒതുങ്ങിപ്പോയോ എന്ന് ചിലർ അതിനെ പറയുകയും, എന്നാൽ ചിലർ മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായം ഇന്ത്യയുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനെ കാര്യമായി പരിഗണിച്ചില്ല എന്നൊരു അഭിപ്രായം മുന്നോട്ട് വന്നു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ പ്രകൃതിയിലുണ്ടാക്കുന്ന ക്ഷതങ്ങളെക്കുറിച്ച് കാര്യമായി തീരുമാനങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് മറ്റു ചിലർ പറയുകയും ചെയ്തിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഒരു അനുയായിയായ മീരാബെൻ, അദ്ദേഹം 1949 സയൻസ് ആൻഡ് മിഷനറി എന്ന് തുടങ്ങുന്ന ഒരു കോട്ട് അവർ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞത്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യന് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നേക്കാം, പക്ഷെ അത് നമ്മൾ പ്രകൃതിയെ എങ്ങനെ നല്ലതുപോലെ കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചില്ല എങ്കിൽ അത് മനുഷ്യനെ തന്നെ ബാധിക്കും, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന ഒരു കോട്ട് അവർ പറയുന്നുണ്ട്. ദ നേഷൻ 60 years on. 2007 ഓഗസ്റ്റ് 15 ആകുമ്പോൾ രാജ്യം 60 വർഷം പിന്നിട്ടിരുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ എന്ന ബോധത്തിൽ ഏകോപിച്ച് നിൽക്കുന്നു. ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ പല വിദേശികളും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് എന്നെന്നും ഇന്ത്യ ഒരു രാജ്യമായി നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ തന്നെ സ്വതന്ത്രമായി ഓരോ രാജ്യങ്ങളായി രൂപപ്പെടുമെന്നും ഇന്ത്യ വൈകാതെ തന്നെ ഒരു സൈനിക അട്ടിമറി നേരിട്ട് ഒരു ഭരണമായിരിക്കും ഇവിടെ വരാനിരിക്കുന്നത് എന്നും പലരും പറയുകയുണ്ടായി. എന്നാൽ ഇന്ത്യയിൽ പല ഇലക്ഷനുകൾ കഴിഞ്ഞു. ഇന്ത്യയുടെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഇപ്പോഴും സ്വതന്ത്രമായി തന്നെ നിൽക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോഴും സ്വതന്ത്രമായ ഒരു നീതിപീഠമാണ് ഉള്ളത്. പക്ഷേ ഇന്ത്യയുടെ വിവിധ ഭാഷ സംസാരിക്കുന്നവർ, അതുപോലെ വിവിധ മതക്കാർ, അവരൊന്നും ഇന്ന് ഏറെക്കുറെ ഇന്ത്യ എന്ന ഒരു ആശയത്തിലേക്ക് ഏകോപിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ഇന്ത്യയിലെ വിവിധ മതങ്ങൾക്കിടയിൽ ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൽ ചിലരെ ദളിതരായി കണക്കാക്കുന്നതും അവരിപ്പോഴും പല രീതിയിലുള്ള ചൂഷണങ്ങളും
വിവേചനങ്ങളും നേരിടുന്നു. ഇന്ത്യയിലെ പല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോഴും ഇത്തരം വിഭാഗങ്ങൾക്ക്, ദളിതർക്ക് പൊതു കിണറുകളോ ക്ഷേത്രങ്ങളോ ഇടങ്ങളോ ഒന്നും അനുവദിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ ഭരണഘടന ഇവർക്കൊക്കെ ഒരു സെക്കുലറായിട്ടുള്ള അവകാശം നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇന്നും ഇങ്ങനെയാണ് അവസ്ഥ. അതുപോലെ പാവപ്പെട്ടവർ പണക്കാരെന്ന ഒരു വ്യത്യാസം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തിലെ സാമ്പത്തികമായ മുന്നേറ്റവും സാമ്പത്തികമായ നേട്ടങ്ങളുമൊക്കെ പ്രധാനമായും വരുന്നത് നഗര ജീവിതങ്ങളിൽ നിന്നാണ്. എന്നാൽ ഗ്രാമങ്ങളിൽ ഇപ്പോഴും അവർ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക.